ICC ടൂർണമെന്റുകളിൽ ഇന്ത്യയുടെ സ്ഥിരം തലവേദനയായ ട്രേവിസ് ഹെഡിന് ഇത്തവണ ഇന്ത്യയുടെ വഴിമുടക്കാനായില്ല. സൂപ്പർ 8 പോരാട്ടത്തിൽ ഓസീസിനെ 24 റൺസിന് കീഴടക്കി ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടിനും പിന്നാലെ സെമിയിൽ കടക്കുന്ന മൂന്നാമത്തെ ടീമായി. സെമിയിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ. സൂപ്പർ 8ലെ 3 മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം. 206 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഓസീസിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 43 പന്തിൽ നിന്ന് 4 സിക്സും 9 ഫോറും അടക്കം 76 റൺസെടുത്ത ഹെഡാണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. ഒരു ഘട്ടത്തിൽ ജയത്തിലേക്ക് കുതിക്കുകയായിരുന്ന ഓസീസിനെ അവസാന ഓവറുകളിലെ അച്ചടക്കമാർന്ന ബൗളിങ്ങിലൂടെ ഇന്ത്യ പിടിച്ചുകെട്ടുകയായിരുന്നു. 3 വിക്കറ്റ് വീഴ്ത്തിയ അർഷദീപ് സിംഗും 2 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും ഇന്ത്യക്കായി ബൗളിംഗിൽ തിളങ്ങി. ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഓസീസിന് ആദ്യ ഓവർ തന്നെ ഓപ്പണർ ഡേവിഡ് വാർണറെ 6 റൺസിന് നഷ്ടമായിരുന്നു. എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച ട്രേവിസ് ഹെഡ്, ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് സഖ്യം 81 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയതോടെ ഓസീസ് മത്സരത്തിൽ പിടിമുറുക്കി. കുൽദീപ് യാദവിന്റെ പന്തിൽ മാർഷിനെ കിടിലൻ ക്യാച്ചിലൂടെ പുറത്താക്കിയ അക്ഷർ പട്ടേലാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത്. ഇന്ത്യൻ ഫീൽഡർമാരുടെ മോശം പ്രകടനവും മാർഷിന് തുണയായി. 28 പന്തിൽ നിന്ന് 2 സിക്സും 3 ഫോറും അടക്കം 37 റൺസായിരുന്നു മാർഷിന്റെ സമ്പാദ്യം. തുടർന്നെത്തിയ ഗ്ലെൻ മാക്സ്വെൽ 12 പന്തിൽ നിന്ന് 20 റൺസ് എടുത്ത് പുറത്തായി. പിന്നാലെ മാർക്കസ് സ്റ്റോയിനിസിനെയും മടക്കി അക്ഷർ ഓസീസിനെ പ്രതിരോധത്തിലാക്കി. മാത്യു വെയ്ഡിന് മുന്നേറ്റം സാധ്യമായില്ല. വെയ്ഡിന് പിന്നാലെ അപകടകാരിയായ ടിം ഡേവിഡിനെയും മടക്കിയ അർഷദീപ് മത്സരം പൂർണ്ണമായും ഇന്ത്യയുടെ വരുതിയിലാക്കി. നേരത്തെ അർഹിച്ച സെഞ്ചുറിക്ക് 8 റൺസ് അകലെ പുറത്തായ രോഹിത്തിന്റെ ഇന്നിംഗ്സ് മികവിൽ 20 ഓവറിൽ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് എത്തിയിരുന്നു. വെറും 41 പന്തിൽ നിന്നും 8 സിക്സറും 7 ഫോറും അടങ്ങുന്നതായിരുന്നു ഹിറ്റ്മാന്റെ ഇന്നിംഗ്സ്. രോഹിത്തിന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. ലോകകപ്പിൽ ഇന്ത്യയുടെ 3ാമത്തെ ഉയർന്ന സ്കോറാണിത്. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. വെസ്റ്റ് ഇൻഡീസും T20 ലോകകപ്പിൽ ഓസീസിനെതിരെ 205 റൺസ് എടുത്തിട്ടുണ്ട്. 2012 ലോകകപ്പ് സെമിയിലായിരുന്നു അത്. രണ്ടാം ഓവറിൽ തന്നെ വിരാട് കോഹ്ലിയെ നഷ്ടമായ ശേഷമായിരുന്നു രോഹിത് സെന്റ് ലൂസിയെ അക്ഷരാർത്ഥത്തിൽ പൂരപ്പറമ്പാക്കിയത്. മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ 3ാം ഓവറിൽ 4 സിക്സും 1 ഫോറും അടക്കം 29 റൺസാണ് രോഹിത് അടിച്ചെടുത്തത്. 19 പന്തിൽ 50 തികച്ചു. രോഹിത് വെടിക്കെട്ടിൽ വെറും 8.4 ഓവറിൽ ഇന്ത്യൻ സ്കോർ 100 കടന്നു. തുടർന്ന് 12ാം ഓവറിൽ സ്റ്റാർക്കിന്റെ പന്തിൽ പുറത്താകും വരെ രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറികൾ ഒഴുകി. ഇതിനിടെ 2ാം വിക്കറ്റിൽ ഋഷഭ് പന്തിനൊപ്പം 87 റൺസും രോഹിത് ചേർത്തു. 14 പന്തിൽ നിന്ന് 15 റൺസ് മാത്രമായിരുന്നു പന്തിന്റെ സമ്പാദ്യം. തുടർന്നെത്തിയ സൂര്യകുമാർ 12 പന്തിൽ 2 സിക്സും 3 ഫോറും അടക്കം 31 റൺസ് എടുത്തു. രോഹിത്തിന്റെ പിന്നാലെ സൂര്യയും പുറത്തായതോടെ ഇന്ത്യയുടെ സ്കോറിംഗ് വേഗം കുറഞ്ഞു. 22 പന്തുകൾ നേരിട്ട ശിവൻ ദുബൈക്ക് 28 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 17 പന്തിൽ നിന്ന് 27 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയാണ് സ്കോർ 200 കടത്തിയത്.